അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടർമറിക് മിൽക്കിനെ കുറിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പലരും കേട്ടിട്ടുള്ളതായിരിക്കും ഈ ഒരു ടർമറിക് മിൽക്ക് നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സംഭവമാണ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആൻഡ് ഗ്ലോയിങ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ടർമറിക് മിൽക്ക്. അപ്പോൾ ഈ ഒരു ടർമറിക് മിൽക്ക് കുറച്ച് നാൾ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസും ഇത് യൂസ് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ മിൽക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തിളപ്പിക്കാത്ത പാലാണ്. തിളപ്പിക്കാത്ത പാൽ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അല്ലെങ്കിൽ പിമ്പിൾസ് ഒക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ പാല് കുറച്ച് മതി നമ്മുടെ ഫേസിലേക്ക്. നമ്മൾ വേറെ സംഭവം ഒന്നും മിക്സ് ചെയ്യാണ്ട് ഈ ഒരു ടർമറിക്കും മിൽക്കും മാത്രമാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു ലെയർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവം മാത്രം മതി. അപ്പോൾ കുറച്ച് മിൽക്ക് എടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ടർമറിക് ആണ്. ഇത് കുറച്ച് മതി, ഒരുപാട് ഇടണ്ട, കുറച്ച് ഒരു പിഞ്ച് ഇത്രയും മതി. ഇത്രയുള്ള സംഭവം. ഇതിനകത്ത് വേറെ ഒന്നും തന്നെ ആഡ് ചെയ്യാനില്ല. നമ്മൾ വേറെ സംഭവങ്ങൾ എല്ലാവരും മിക്സ് ചെയ്ത് ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി ആക്കി മാറ്റുന്നൊന്നുമില്ല. ഈ ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസി തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം. വാഷ് ചെയ്തതിന് ശേഷം ഫേസിലിട്ട് കൈ വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് കാണാൻ വേണ്ടിയിട്ടൊന്നുമില്ല. തിൻ ലെയർ ആയിട്ട് തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ അടുത്തൊരു ലെയർ അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് 5-10 മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ട് ഇത് കുറച്ചൊന്ന് ഡ്രൈ ആവും നമ്മുടെ ഫേസിലേക്ക്. അപ്പോൾ വാഷ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ടർമറിക് മിൽക്ക് കുറച്ച് നേരം ഫേസിൽ വെച്ചിട്ട് വാഷ് ചെയ്യുമ്പോൾ ഉള്ളത്. ഭയങ്കരമായിട്ട് യെല്ലോ ടിൻ്റൊന്നും നമ്മുടെ ഫേസിലാവത്തില്ല. വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീനായി കുറച്ചൊന്ന് സോഫ്റ്റായി, എന്താ പറയുക, നമ്മൾ മോയ്സ്ചറൈസറൊക്കെ ഇട്ട ആ ഒരു ഫീലാണ് നമ്മളിത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുക. ഭയങ്കര ഓയിലി ആയിട്ടൊന്നുമില്ല. എന്താ പറയുക, നന്നായിട്ടൊന്ന് ഹൈഡ്രേറ്റ് ആയിട്ടുള്ളൊരു സ്കിൻ പോലെ തോന്നും നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ആ ഒരു രീതിയിലാണ് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. പിന്നെ എനിക്കിത് യൂസ് ചെയ്യുമ്പോൾ തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ സ്കിൻ ഒന്ന് ഒരു നാച്ചുറൽ ഗ്ലോ നമ്മുടെ സ്കിന്നിന് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ട് നമ്മുടെ സ്കിന്നിലെ ടാനൊക്കെ കുറച്ച് 2-3 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ പിഗ്മെൻറ്റേഷൻ എനിക്ക് പെട്ടെന്ന്, ഞാൻ 1-1.5 ആഴ്ചയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ബേസിലാണ് ഞാൻ പറയുന്നത്. ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ കുറയ്ക്കും അങ്ങനെ എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. പക്ഷേ നമ്മുടെ സ്കിന്നുണ്ടാകുന്ന ടാനൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് സ്കിൻ കുറച്ചും കൂടെ ഒന്ന് ലൈറ്ററാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ മെയിൻലി എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു ഗ്ലോവും ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ടുള്ളൊരു ഫീലുമാണ് മെയിനായിട്ട് എനിക്കിത് യൂസ് ചെയ്തിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എനിക്ക് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ചെറുതായിട്ട് നമ്മുടെ സ്കിന്നിൽ പിമ്പിൾസ് വരാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അത് മാത്രമാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഓയിലി സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്ര നന്നായിട്ട് സ്യൂട്ട് ആവണം എന്നില്ല. നിങ്ങൾക്ക് വേറെ ആൽമണ്ട് മിൽക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇത് മാറ്റിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ലാത്തവർക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള അടിപൊളി ഒരു DIY ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. കാരണം നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ ഒരു ഗ്ലോ തരാൻ വേണ്ടിയിട്ടും സ്കിന്നൊന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യണതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.